ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഒന്നാമത്തെ പാഠഭാഗമാണ്. പേജ് നമ്പർ 43 ആണ്. കണ്ടില്ലേ? പേജ് നമ്പർ 43 ആണ് പേജ് നമ്പർ. അപ്പോൾ പേജ് നമ്പർ 43-ലാണുള്ളത്. ഫേസ് ഓൺ ദ വാൾ എന്നാണ് ടൈറ്റിൽ. എന്താണ് ടൈറ്റിൽ? ഫേസ് ഓൺ ദ വാൾ. അതാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ ടൈറ്റിൽ, ഫേസ് ഓൺ ദ വാൾ. റിട്ടൺ ബൈ E.V. ലൂക്കാസ്. റൈറ്ററിൻ്റെ പേരും അവിടെ കൊടുത്തിട്ടുണ്ട്, E.V. ലൂക്കാസ്. ഫേസ് ഓൺ ദ വാൾ മീൻസ് എന്താണ്? ചുമരിലെ മുഖം അല്ലേ, നമ്മളങ്ങനെ അല്ലേ, വാളിലെ മുഖം എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഞാനതിൽ എന്താണ് റൈറ്ററിനെ കുറിച്ച് ഉള്ള ഒരു വായിക്കാൻ ഞാനത് ശ്രദ്ധിച്ചോളാം. E.V. ലൂക്കാസ്, എഡ്വാർഡ് വേർണൽ ലൂക്കാസ് വാസ് എ ഫേമസ് ഇംഗ്ലീഷ് റൈറ്റർ. So E.V. Lucas is one of the famous English writer, and his complete name is here written here, Edward Vernon Lucas. This is the complete name of E.V. Lucas, but he famous as E.V. Lucas. And he was very much interested in the curious, the human, and the ridiculous. And his interesting areas, his writing areas are interesting. He was interesting to write curious means ജിജ്ഞാസ ഇല്ല, human means human qualities ഇല്ല, and the ridiculous വളരെ തമാശയായിട്ടും നമുക്ക് ഒരു തമാശ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്തുകളാണ് അദ്ദേഹത്തിന് ഉള്ളത്. If he were offered a story, his mind instantly shaped it with wit and form. Then said that he offered a story, or he created a story, and his mind instantly shaped, as his mind always shaped to ക്രിയേറ്റ് ദ സ്റ്റോറി. എപ്പോഴും എന്താണ്, അയാളൊരു കഥ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ അതിങ്ങനെ അതിനെക്കുറിച്ച് ഓർത്ത് അതിൽ വിറ്റ് മീൻസ് ഇവിടെ ഒരു വിറ്റ് എന്നുള്ള വേർഡ് കണ്ടില്ലേ? ഇവിടെ വിറ്റ് എന്നുള്ള വേർഡ് കണ്ടില്ലേ? വിറ്റിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ എന്താണ്? വിജ്ഞാനത്തോടു കൂടിയുള്ള തമാശക്കാണ് നമ്മൾ പറയുക വിറ്റ് എന്നുള്ളത്. ബുദ്ധിപരമായ തമാശ, നോളജബിൾ മോക്കിങ് അല്ലെ, നോളജബിൾ ജോക്കിനെയൊക്കെയാണ് വിറ്റ് എന്ന് പറയുക. ഹി റീഡ് എ ക്യാരക്ടർ വിത്ത് വിസ്ഡം ആൻഡ് ടേൺഡ് ഇറ്റ് ഇൻ ടു ഫൺ. ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ? ഹി റീഡ് എ ക്യാരക്ടർ വിത്ത് വിസ്ഡം, വിജ്ഞാനവും ഒപ്പം ടേൺഡ് ഇറ്റ് ടു ഫൺ. എന്താണ് ഫണ്ണെന്ന് വെച്ചാൽ തമാശയും വിജ്ഞാനവും കൂടി ചേർന്നിട്ടുള്ള കഥകളാണ് അദ്ദേഹത്തിൻ്റെ ഒരുവിധം എല്ലാ കഥകളും. ഇതാണ് റൈറ്ററിനെ കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷൻ. E.V. ലൂക്കാസിനെ കുറിച്ചുള്ള ഇൻട്രഡക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. ഞാൻ പാരഗ്രാഫ് വായിച്ചിട്ട് പറയാണ്. വി വർ ടോക്കിംഗ് ഓഫ് ഇവൻറ്റ്സ് വിച്ച് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ നാച്ചുറൽ കോസസ് അറ്റ് ഡാപ്നേസ് ലാസ്റ്റ് ഈവനിങ്. Most of us had given an instance without producing much effect. അപ്പോൾ എന്താണ്? വി വർ ടോക്കിംഗ് ഓഫ് ഇവൻറ്റ്സ്. വി വർ, സോ ഇവിടെ വി എന്ന് വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത്. വിയിലാണ്. ഞങ്ങൾ ആരൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യുന്നില്ല. ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കുകയാണ്. വി വർ ടോക്കിംഗ് ഓഫ് ഇവൻറ്റ്സ്. എന്താണ്? വി വർ ടോക്കിംഗ് ഓഫ് ഇവൻറ്റ്സ്, ഓരോ കാര്യങ്ങളെക്കുറിച്ച്, ഇവൻറ്റ്സ്, നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വി വർ ടോക്കിംഗ്. ആൻഡ് വിച്ച് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ബൈ നേച്ചുറൽ കോസസ് അറ്റ് ഡാപ്നേസ് ലാസ്റ്റ് ഈവനിങ്. ഇവിടെ വൺ ഓഫ് ദ ക്യാരക്ടറാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഡാപ്നെ. ഡാപ്നെ ഈസ് ദ വൺ ഓഫ് ദ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ഡാപ്നെയാണ് ഒരു ക്യാരക്ടർ, ഈ സ്റ്റോറിയിലെ ഒരു കഥാപാത്രമാണ് ഡാപ്നെ. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് എന്താണ്? ബൈ നാച്ചുറൽ കോസസ് അറ്റ് ഡാപ്നേസ് ലാസ്റ്റ് ഈവനിങ്. ഡാപ്നയുടെ കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് ഈവനിങ് മീൻസ് എന്താണ്? പാസ്റ്റാണ്. എന്താണ്? യെസ്റ്റർഡേയിലെ ഈവനിങ്ങിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഒരു ഈവനിങ്ങിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞങ്ങളുടെ ഡിസ്കഷൻ പോയിന്റ്. മോസ്റ്റ് ഓഫ് us had given an instance without producing much effect. Among the strangers to me was a little man with an anxious face. He watched each speaker with the closest attention but said nothing. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കും. വി വർ ടോക്കിംഗ് അബൌട്ട് സോ മെനി ഇൻസ്റ്റൻസസ് ആൻഡ് ഡാപ്നേസ് ലാസ്റ്റ് ഈവനിങ് ആൻഡ് അതർ തിങ്സ്. ഞങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് കാര്യം സംസാരിക്കുകയാണ്. ഡാപ്നയുടെ ലാസ്റ്റ് ഈവനിങ്ങിൻ്റെ കാര്യമുണ്ട്, വേറെ പല ഇവൻറ്റ്സും ഉണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ എ സ്ട്രേഞ്ചർ ഓർ എന്താണ് ലിറ്റിൽ മാൻ, സ്ട്രേഞ്ചർ എന്ന് കൊടുത്തു കണ്ടില്ലേ? among the stranger
ഓർ എ ലിറ്റിൽ മാൻ? ഇതൊക്കെ ഞാനിവിടെ വരഞ്ഞിരിക്കുന്നതൊക്കെ നിങ്ങളും ടെക്സ്റ്റിൽ വരഞ്ഞിരിക്കണം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. സോ എമംഗ് ദ സ്ട്രേഞ്ചേഴ്സ് ടു മീ വാസ് എ ലിറ്റിൽ മാൻ വിത്ത് ആങ്ഷ്യസ് ഫേസ് ആൻഡ് ഹിസ് ഫേസ് ഈസ് വെരി ആങ്ഷ്യസ്. അതിലൊരാൾ, ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്താണ്, സ്ട്രേഞ്ചറായുള്ള ഒരാൾ വരികയാണ്, ഒരു ലിറ്റിൽ മാൻ. അദ്ദേഹം വളരെ ചെറിയ, മീൻസ് എന്താണ്, അധികം ഹൈറ്റൊന്നും ഇല്ലാത്തൊരു ലിറ്റിൽ മാൻ ആണ്. വിത്ത് എൻ ആങ്ഷ്യസ് ഫേസ്, വളരെ ജിജ്ഞാസാപരമായിട്ടുള്ളൊരു മുഖഭാവമാണ്. അതാണ് ആങ്ഷ്യസ്. ആങ്ഷ്യസ് മീൻസ് ജിജ്ഞാസ. ഹി വാച്ച്ഡ് ഈച്ച് സ്പീക്കർ വിത്ത് ദ ക്ലോസസ്റ്റ് അറ്റൻഷൻ. ഞങ്ങളെല്ലാവരെയും വളരെ ക്ലോസ് ആയിട്ട്, വളരെ കണ്ണിങ് ആയിട്ട് അയാൾ വാച്ച് ചെയ്യുന്നുണ്ട്. ബട്ട് സെറ്റ് നത്തിങ്, ബട്ട് ഹി ഡിഡിൻറ്റ് സെറ്റ് എനിത്തിങ്. പക്ഷേ അദ്ദേഹം ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ദെൻ ഡാപ്നെ ടേൺ ടു ഹിം ആൻഡ് ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് നോ എക്സ്പീരിയൻസ് ഹി കുഡ് നെറേറ്റ്. സോ ഡാപ്നെ ടേൺ ടു ഹിം. ഡാപ്നെ, വൺ ഓഫ് ദ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. സോ ഹി ടേൺ ടു ഹിം ഓർ ഈ വാക്ക്ഡ് ടുവേർഡ്സ് ഹിം. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നീങ്ങാണ്. ആൻഡ് ആസ്ക്ഡ് ഹിം, അയാളോട് പറയുകയാണ്, ഇഫ് ഹി ഹാഡ് നോ എക്സ്പീരിയൻസ് ഹി കുഡ് നെറേറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ്, ഹി കുഡ് ഹാവ് എനി എക്സ്പീരിയൻസ് ടു നെറേറ്റ് അസ്. ഞങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ, അവരുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ നെറേറ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. ഹി തോട്ട് ഫോർ എ മൊമെൻറ്റ്. വെൽ, ഹി സെഡ്, നോട്ട് എ സ്റ്റോറി ഇൻ ദ ഓർഡിനറി സെൻസ് ഓഫ് ദ വേർഡ്. ട്രൂത്ത് ഈസ് നോട്ട് ഓൺലി സ്ട്രേഞ്ചർ ദാൻ എ മെയ്ഡപ്പ് ഓഫ് സ്റ്റോറി, but also greatly more interesting. I could tell you an occurrence which happened to me personally and which strangely enough completed itself only this afternoon. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും നെറേറ്റ് ചെയ്യാനുണ്ടോ എന്ന് പറഞ്ഞു. ആങ്ഷ്യസ് എന്നുള്ള വേർഡൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ, ഇൻസ്റ്റാൻസസ്, ആൻഷ്യസ് ഒക്കെ. അപ്പോൾ ഡാപ്നെ ചോദിക്കുകയാണ്, ബട്ട് വെൽ, ഹി സെഡ്, അയാൾ എന്താ പറയുന്നത്, വെൽ, നല്ലത്, ചോദിച്ചതിന് നന്ദി, വെൽ എന്ന് പറഞ്ഞു. ഹി സെഡ്, നോട്ട് എ സ്റ്റോറി ഇൻ ദ ഓർഡിനറി സെൻസ്. ഐ ഹാവ് നോട്ട് സെഡ് എനി ഓർഡിനറി, സോ ഇറ്റ്സ് എൻ എക്സ്ട്രാ ഓർഡിനറി, സംതിങ് സ്ട്രേഞ്ചർ ദാൻ മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റോറി. ആൻഡ് ട്രൂത്ത് ഈസ് നോട്ട് ഓൺലി സ്ട്രേഞ്ചർ. ഒരു സത്യത്തിനേക്കാളും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള, അല്ലെ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു എക്സ്ട്രാ ഓർഡിനറി, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളതെന്ന് അയാൾ പറയാണ്. അതാണ് അയാൾ തുടങ്ങുന്നത്. also greatly more interesting, and he also said that it was very interesting story. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. I could tell you in occurrences means നടന്ന ഒരു സംഭവങ്ങൾ. ഒക്കുറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒക്കുറൻസിൻ്റെ കണ്ടില്ലേ, ഒക്കുറൻസ് എന്നുള്ള വേർഡ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡിക്ഷണറിയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു വേർഡാണ്. ആക്ടിവിറ്റീസ് വരും. ഒക്കുറൻസിൻ്റെ മീനിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവൻറ്റ്സ് ഓർ ഇൻസിഡൻറ്റ്, എന്തെങ്കിലും സംഭവങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വിച്ച് ഹാപ്പൺ ടു മീ പേഴ്സണലി ആൻഡ് വിച്ച് സ്ട്രേഞ്ച്ലി ഇനഫ് കംപ്ലീറ്റഡ് ഇറ്റ്സ് അപ്പ് ഓൺലി ദിസ് ആഫ്റ്റർനൂൺ. സോ ദർ ഈസ് എ ഒക്കുറൻസ് ഓർ ദർ ഈസ് എൻ ഇവൻറ്റ് ഐ ഹാവ് ടോൾഡ് ഇറ്റ് ഹാപ്പൺ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണെന്ന് പറയുകയാണ്. ഇറ്റ് ഹാപ്പൺഡ് ഇൻ മൈ ലൈഫ്. സോ ഇറ്റ് വാസ് എ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ബട്ട് ഇറ്റ് വാസ് എ സൂപ്പർ നാച്ചുറൽ ഓൾസോ. ട്രൂത്ത് ആണെങ്കിലും വി കുഡിൻ ബിലീവ്, നമ്മളൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സൂപ്പർ നാച്ചുറൽ ക്വാളിറ്റിയുള്ള സ്റ്റോറിയാണ് ഞാൻ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. വി ബെഗ്ഡ് ഹിം ടു ബിഗിൻ. അങ്ങനെ ഞങ്ങൾ വി എന്ന് പറഞ്ഞ് തുടങ്ങി. ഞാൻ പറഞ്ഞതാണ് വി എന്നാണ് തുടക്കം. ഞങ്ങളാണ്, കുറച്ച് പേരാണ്, ആരൊക്കെയാണെന്ന് പറയുന്നില്ല. അതിലൊരാളെ പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഡാപ്നെ. ആരാണ് ഒരാളെ പേര്? ഡാപ്നെ. ഞാനിവിടെ എഴുതുന്നുണ്ട്, ഡാപ്നെ. അതാണ് ഒരു കഥാപാത്രത്തിൻ്റെ പേര്. ഡാപ്നെ ആണ് വൺ ഓഫ് ദ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. അപ്പോൾ നമ്മളവർ സ്റ്റോറി പറയാൻ വേണ്ടി ബെഗ് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ ഇതിൽ കുറച്ച് രണ്ട് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് അബൌട്ട് ഡാപ്നെ ആൻഡ് ഹിസ് മെൻ ടോക്കിംഗ് അബൌട്ട്? ഒന്നാമത്തെ ചോദ്യം കണ്ടില്ലേ,
ഒന്നാമത്തെ ചോദ്യം കണ്ടില്ലേ, വാട്ട് വർ ഡാബ്നെ വൺ ഓഫ് ദ ക്യാരക്ടറാണ്, കഥയിലെ ഒരു കഥാപാത്രമാണ് ഈ സ്റ്റോറിയിലെ. എന്തായിരുന്നു നമ്മുടെ സ്റ്റോറിയുടെ പേര്? ഫേസ് ഓൺ ദ വാൾ എന്നാണ് സ്റ്റോറിയുടെ പേര്. ചുമരിലെ ഒരു മുഖം, അതാണ്. ഇ.വി. ലൂക്കാസ് ആണ് റൈറ്റർ. സോ ഡാബ്നെ വൺ ഓഫ് ദ ക്യാരക്ടറാണ്. ഡാബ്നെയും കൂട്ടുകാരും എന്താണ് സംസാരിച്ചിരുന്നത്? ദേ വാസ് ടോക്കിംഗ് അബൌട്ട് ഇവൻറ്റ്സ് ഓർ ഒക്കറൻസസ് ഓർ ഇവൻറ്റ്സ് ഓർ അതർ ലൈഫ് ഇവൻറ്റ്സ്. ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെ ഒക്കറൻസസ് എന്ന് പറഞ്ഞാൽ മതി. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വൈ ഡിഡ് ദ ലിറ്റിൽ മാൻ സേ ദാറ്റ് ഹിസ് വാസ് ആൻ അൺയൂഷ്വൽ സ്റ്റോറി? ലിറ്റിൽ മാൻ എന്തുകൊണ്ടാണ് ഒരു അൺയൂഷ്വൽ സ്റ്റോറിയാണ് പറയുന്നതെന്ന് പറഞ്ഞത്? ബിക്കോസ് ഇറ്റ് വാസ് എ സ്റ്റോറി ടോക്കിംഗ് അബൌട്ട് സൂപ്പർ നാച്ചുറൽ തിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് അൺയൂഷ്വൽ എന്ന് പറഞ്ഞത്, ആ വേർഡ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്ക്. ദേ ബെഗ്ഡ് ഹും ടു ബിഗിൻ. ആരോടാണ് അവർ യാചിച്ചത്? ഇവിടെ നമ്മൾ കണ്ടില്ലേ, വി ബെഗ്ഡ്, ഞങ്ങൾ അയാളോട് തുടങ്ങാൻ യാചിച്ചു. ആരോട്? ലിറ്റിൽ മാനാണ് കഥ പറഞ്ഞു തരുന്ന വ്യക്തി. സോ എന്താണ്? ദേ ബെഗ്ഡ് ഹും ടു ബിഗിൻ. ലിറ്റിൽ മാൻ ആയിരിക്കും. ഇപ്പോൾ ആൻസർ എന്താ? അവിടുത്തെ ആൻസർ ദേ ബെഗ്ഡ് ലിറ്റിൽ മാൻ, അല്ലേ? ലിറ്റിൽ മാനിനോടാണ് അവിടെ കഥ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് നോക്ക്. അപ്പോൾ സ്റ്റോറി തുടങ്ങുകയാണ്. അതുവരെ എന്താണ്? സ്റ്റോറിയിലേക്കുള്ള എൻട്രൻസ് ആണ്. ദർ ഇസ് എൻ എൻട്രൻസ് ആണ് ഇതുവരെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത സ്റ്റോറിയിലേക്ക് പോവാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ട് ഇത് കേൾക്കിയാൽ കൂടുതൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സോ എ ഇയർ ഓർ ടു, ഞാൻ ഇവിടെയാണ് വായിക്കുന്നത്. സോ A year or two ago, he said, I was in rooms in an old house in Great Ormond Street. The bedroom walls had been painted, but ഒരു മിനിറ്റ്. അപ്പോൾ എ ഇയർ ഓർ ടു എഗോ, ഒരു വർഷമോ അതിനു മുന്നെയോ, ഒരു വർഷമോ 2 വർഷങ്ങൾക്കോ മുൻപേ നടന്നൊരു സംഭവമാണ്. എ ഇയർ ഓർ ടു എഗോ മീൻസ് ഇയർ ഓർ ടു എഗോ ഹി സെഡ് ഐ വാസ് ഇൻ റൂം ഇൻ ആൻ ഓൾഡ് ഹൗസ്. ഹിയർ ഇവിടെ ഐ എന്നുള്ളത് നമുക്കറിയാം ലിറ്റിൽ മാനാണ്. കഥ പറഞ്ഞു തരുന്ന ആൾ ലിറ്റിൽ മാനാണ്. സോ നറേറ്റർ ഓഫ് ദ സ്റ്റോറി ലിറ്റിൽ മാനാണ്. ഹൂ ഇസ് ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറി എന്നുള്ള ക്വസ്റ്റിന് ആൻസർ ലിറ്റിൽ മാനാണ്. സോ ഐ വാസ് ഇൻ റൂംസ്, ഞാൻ എവിടെയായിരുന്നു? ഞാൻ റൂമിനുള്ളിലായിരുന്നു. ഓൾഡ് ഹൗസ്, എങ്ങനെയുള്ള ഒരു ഓൾഡ് ഹൗസ്, ഒരു പഴയ വീട്. എവിടെയാണ് ആ വീടുള്ളത്? ഇൻ ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റ്. ORMOND ആണ്. ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചെറിയ വീട്ടിലായിരുന്നു, ഒരു ഓൾഡ് ഹൗസ്, ഒരു പഴയ വീട്ടിലായിരുന്നു ഞാനുള്ളത്. ഹൂ ഡിഡ് ദേ, ആരാണ് അവിടെ ഉള്ളത്? ലിറ്റിൽ മാൻ. And he was also the narrator of the story. The bedroom walls had been painted, but the place was damp and there was great patches on the walls. ആ ബെഡ്റൂമിൻ്റെ വാൾസ് ഹാഡ് ബീൻ പെയിൻറ്റഡ് ആണ് വാൾസ്, ചുമരുകളൊക്കെ പെയിൻറ്റഡ് ആണ്. ബട്ട് ദ പ്ലേസ് വാസ് ഡാമ്പ് ആൻഡ് ദർ വർ ഗ്രേറ്റ് പാച്ച്. ഡാമ്പ് എന്ന് വെച്ചാൽ ഈ ചുമരുകൾക്കൊക്കെ പാളികൾ വന്നിട്ടുണ്ട്. ഈ എന്താണ്, നമ്മൾ തന്നെ നമ്മളെ വീട്ടിൻ്റെ ചുമരുകളിലൊക്കെ പാളികൾ വരാറില്ലേ? അപ്പോൾ പെയിൻറ്റ് അടിച്ചിട്ടുണ്ടെങ്കിലും പഴയ വീടായതുകൊണ്ട് പാച്ചസും വാൾസും ഡാമ്പും ഒക്കെ വന്നിട്ടുണ്ട് വാൾസിൽ. വൺ ഓഫ് ദീസ് എക്സാക്ട്ലി ലൈക്ക് എ ഫേസ്. അപ്പോൾ ഈ വാൾസിൽ ഈ വരകളൊക്കെ കണ്ടിട്ട് ദർ ഇസ് എ ഐഡൻറ്റിഫൈങ്, അല്ല എന്താണ് അവിടെ ദർ ഇസ് എ ഫേസ് റിഫ്ലക്റ്റഡ്. അതിലൊരു ഫേസ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വരികയാണ്, ഒരു മുഖം. ആരുടെ മുഖമെന്ന് മെൻഷൻ ചെയ്യുന്നില്ല, ഒരു മുഖം. ഇൻഫാക്ട് ദ സ്ട്രേഞ്ച് തിങ് വാസ് ദാറ്റ് വൈൽ ദ പാച്ചസ് ഓൺ ദ വാൾ ഗ്രൂ ലാർജർ ആൻഡ് ചേഞ്ച്ഡ് ദ ഷേപ്പ് ഇൻ ദ never did, it remained just the same. അങ്ങനെ ആ പാച്ചസ്, പാളികളും ആ പാച്ചസ് കീറി പറഞ്ഞെന്ന് വെച്ചാൽ വരകളൊക്കെ വീണ് അതിൽ നിന്നൊരു ഫേസ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് വരികയാണ്, ആ ചുമരിൽ നിന്നൊരു ഫേസ് റിഫ്ലക്റ്റ് ചെയ്ത് വരികയാണ്. While I fell
ill with influenza, and all day long I had nothing to do but read or think, and it was then that the face began to get firmer hold for me. It filled my thoughts day and night. There was a curious curve of the nose, and the forehead was remarkable. In fact, the face of an uncommon man, a man in 1,000. അപ്പോൾ എന്താ പിന്നെ പറയുന്നത്, ആ ഫേസിനെ കുറിച്ചാണ് പറയുന്നത്. വൈൽ ദർ ഐ ഫെൽ വിത്ത് ഇൻഫ്ലുവൻസ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്താണ് ഇൻഫ്ലുവൻസ എന്ന് വെച്ചാൽ എന്താണ്, രോഗം. ഇൻഫ്ലുവൻസ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വൈറസ് വന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയി മീൻസ് നമ്മൾ രോഗബാധിതനായി, അതാണ് ഇൻഫ്ലുവൻസ. ആൻഡ് ഓൾ ഡേ ലോങ് I had nothing to do but read or think, and it was then that the face began to get firmer ഹോൾഡ് ഓഫ് മീ. അങ്ങനെ ഒരുപാട് ദിവസം എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടു. എനിക്ക് രോഗബാധിതനായി. ഞാൻ അവിടെ ഇങ്ങനെ കിടപ്പിലായി, അവിടെ തന്നെ ആയിപ്പോയി, ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ. ഇറ്റ് ഫിൽഡ് മൈ തോട്ട്സ് ഡേ ആൻഡ് നൈറ്റ്. എല്ലായ്പ്പോഴും ഞാൻ എന്താണ്, ഇത് തന്നെയാണ് ചിന്ത, ആ മുഖത്തിനെ കുറിച്ച് മാത്രമാണ്. ഐ തിങ്ക് തോട്ട് അബൌട്ട് ഓൾ ഡേ ദാറ്റ് ഫേസ് ദർ വാസ് എ ക്യൂരിയസ് കർവ് ഓഫ് ദ നോസ്. ആ ഫേസിൽ, ആ ഒരു മുഖത്തിൽ എന്താണ് ഓരോ പാർട്ട് മീൻസ് എന്താണ് ഫിസിക്കൽ അപ്പിയറൻസാണ് പിന്നെ പറയുന്നത്. ഇവിടെ മുതൽ പറയുന്നത് ഫിസിക്കൽ അപ്പിയറൻസ് ആണ്, ആ ഫേസിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണെന്നുള്ളത്. ദർ വാസ് എ ക്യൂരിയസ് കർവ്, ഇതൊക്കെ പറയണേ നിങ്ങളും. ദർ വാസ് എ ക്യൂരിയസ് കർവ് ഓഫ് ദ നോസ്. മൂക്കിലൊരു എന്താണ് വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നുന്ന ഒരു കർവ് എന്ന് വെച്ചാൽ ഒരു വളഞ്ഞുള്ള മൂക്കായതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂരിയസ് ആണ് കാണാൻ, ജിജ്ഞാസ ഉണ്ട്. ആൻഡ് ദ ഫോർഹെഡ് വാസ് റിമാർക്കബിൾ. നെറ്റിത്തട എങ്ങനെയാണ്, ഫോർഹെഡ് എന്ന് വെച്ചാൽ നെറ്റിത്തടാണ്. റിമാർക്കബിൾ ഇൻ ഫാക്ട് ദ ഫേസ് ഓഫ് എൻ അൺകോമൺ മാൻ. ഒരു അറിയപ്പെടാത്ത, ആരാന്ന് പോലും അറിയാത്ത ഒരാളുടെ ഫേസ്, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത. എ മാൻ ഇൻ 1,000, 1000 പോലും ആരാണെന്ന് എനിക്ക് അറിയാൻ പറ്റാത്ത ഒരു വ്യക്തിയുടെ ഫേസാണ് ഞാൻ ഈ കാണുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ്. വെൽ ഐ ഗോട്ട് ബെറ്റർ ബട്ട് ദ ഫേസ് സ്റ്റിൽ കൺട്രോൾഡ് മീ. ഐ ഫൗണ്ട് മൈസെൽഫ് സെർച്ചിങ് ദ സ്ട്രീറ്റ് ഫോർ വൺ ലൈക്ക് ഇറ്റ്. അങ്ങനെ ഞാൻ ആ ഫേസിനെ ഐ വാസ് സെർച്ചിങ് ഫോർ ദാറ്റ് ഫേസ് ഇൻ ദ സ്ട്രീറ്റ് ആൻഡ് അതർ പ്ലേസസ്. എല്ലാ തെരുവുകളിലും ആ മുഖത്തെ തേടി ഞാൻ അലയാണ്. സംവെയർ ഐ വാസ് കൺവിൻസ്ഡ് ദ റിയൽ മാൻ മസ്റ്റ് എക്സിസ്റ്റ് ആൻഡ് ഹിം ഐ മസ്റ്റ് മീറ്റ്. ഞാനിങ്ങനെ എന്നെ തന്നെ കൺവിൻസ്ഡ് ആക്കുകയാണ് അങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത്. വൈ? ഐ ഹാഡ് നോ ഐഡിയ. ഐ ഓൺലി ന്യൂ ദാറ്റ് ഹീ ആൻഡ് ഐ വേർ സം വേ ലിങ്ക്ഡ് ബൈ ഫേറ്റ്. എനിക്ക് ഉറപ്പാണ് ഞാനും അദ്ദേഹവും ലിങ്ക്ഡ് ബൈ ഫേറ്റ്. സംതിങ് എന്താണ്, ഫേറ്റ് ലിങ്ക്ഡ് ബോത്ത് ഓഫ് മീ. ഞങ്ങൾ രണ്ടുപേരെയും, ആ മുഖത്തെയും എന്നെയും വിധി. ഫേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, വിധി. ഫേറ്റ്, നമ്മുടെ വിധിയാണ് ഫേറ്റ്. ഐ ഓഫൺ went to place where people gather in large numbers, political means, football matches and railway stations, but all in vain. The search became a madness with me. I neglected everything else. അങ്ങനെ ലിറ്റിൽ മാൻ ഒക്കെ ആണ് അയാളാണ് കഥ പറഞ്ഞു തരുന്നത്. സോ ലിറ്റിൽ മാൻ സെർച്ചിങ് ദാറ്റ് ഫേസ് ഇൻ പൊളിറ്റിക്കൽ മീറ്റിംഗ്, ഫുട്ബോൾ മാച്ചസ്, പൊളിറ്റിക്കൽ മീറ്റിങ്ങിലും ഫുട്ബോൾ മാച്ചിലും റെയിൽവേ സ്റ്റേഷൻ, ഇൻ ഓൾ പ്ലേസ് ബട്ട് ഓൾ ഇൻ വെയിൻ എന്ന് പറഞ്ഞാൽ പക്ഷെ എല്ലാം എന്തായിരുന്നു, എനിക്ക് ഒരു നെഗറ്റീവാണ് കിട്ടിയത്. കാരണം ഞാൻ ആ ഫേസ് എവിടെയും കണ്ടില്ല. ദ സെർച്ച് ബിക്കം എ മാഡ്നസ്. എന്നെ ഭ്രാന്തനാക്കി ആ ഒരു യാത്ര, ആ ഒരു തിരച്ചിൽ. ഐ നെഗ്ലക്റ്റഡ് എവറിത്തിങ് എൽസ്. എല്ലാം ഞാൻ മറന്നു. ഐ നെഗ്ലക്റ്റഡ് എവറിത്തിങ്. ഹി പാസ്ഡ് ഹിസ് ഹാൻഡ് ഓവർ ഹിസ് ബ്രോ ആസ് ഇഫ് ഹി വാസ് വെരി ടയേർഡ് ആൻഡ് ദെൻ ഹി കണ്ടിന്യൂഡ്. ഐ അറ്റ് ലാസ്റ്റ് സോ ഹിം. ഹി വാസ് ഇൻ എ ടാക്സി ഡ്രൈവിംഗ് ഈസ്റ്റ് അലോങ് പിക്കാഡിലി വരഞ്ഞു വെക്കണം. ഐ ടേൺഡ് ആൻഡ് റാൻ ബിസൈഡ് ഇറ്റ് ഫോർ എ ലിറ്റിൽ വേ ആൻഡ് ദെൻ സോ. അങ്ങനെ ഞാൻ എവിടെയും അദ്ദേഹത്തിനെ കണ്ടില്ല. അവസാനം ഞാൻ എന്താണ്, അറ്റ് ലാസ്റ്റ് സോ ഹിം, അയാളെ കണ്ടു. ഒരു ടാക്സി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ട് പിക്കാഡിലി, എവിടെയാണുള്ളത്, പിക്കാഡിലി. ഇറ്റ്സ് എ പ്ലേസ് ആണ്, ഒരു പ്ലേസ് ആണ് പിക്കാഡിലി ഒരു പ്ലേസ് ആണ്. കണ്ടില്ലേ, എ റോഡ് ഇൻ ദ സിറ്റി വെസ്റ്റ്മിൻസ്റ്റർ ലണ്ടൻ സിറ്റിയിലുള്ള ഒരു റോഡാണ് എന്ത്, പിക്കാഡിലി എന്നുള്ളത്. ഐ ടേൺ, അവിടെ വെച്ചൊരു ടാക്സിയിൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ടു. സോ വേർ ഡിഡ് ദ ഫേസ് ഹി വാസ് മെറ്റ് ദ ഫേസ് അറ്റ് ഫസ്റ്റ്. ആദ്യം എവിടെയാണ് കണ്ടതെന്ന് വെച്ചാൽ പിക്കാഡിലിയാണ് ആൻസർ. ഐ ടേൺഡ് ആൻഡ് റാൻ ബിസൈഡ് ഫോർ എ ലിറ്റിൽ വേ ആൻഡ് ദെൻ സോ. അങ്ങനെ ഞാൻ അവിടത്തേക്ക് ഓടി. ഇവിടുത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. ദേ ബെഗ്ഡ് ഹും ടു ബിഗിൻ ആൻഡ് വാട്ട്. ഞാൻ പറഞ്ഞു, ആരെയാണ് ബെഗ് ചെയ്തത്, ലിറ്റിൽ മാനോട്. വേർ ഡിഡ് നറേറ്റർ സ്റ്റേ.
വാട്ട് വാസ് പെക്യുലർ എബൌട്ട് ദ റൂം. നെറേറ്റർ എവിടെയാണ് താമസിച്ചത്? ഗ്രേറ്റ് ഓർമോണ്ട്, ഇവിടെ കൊടുത്തിട്ടിതാ ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റ്, ഇതാ അതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഗ്രേറ്റ് ഓർമോണ്ട് സ്ട്രീറ്റ്. ഇനി അവിടുത്തെ പ്രത്യേകത എന്താണ്? ഹോൾഡ് ഹൗസ്, ദ ബെഡ്റൂം വാൾസ് ഹാഡ് ബീൻ പാച്ചസ്, അതൊക്കെയാണ് എഴുതേണ്ടത് കേട്ടോ, ഞാൻ എഴുതിത്തരും. വാട്ട് ഡിഡ്, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഹി സീ ഓൺ ദ വോൾ. ഒരു എന്താണ് ആ ചുമരുകളിൽ കണ്ടത്? ഒരു അൺകോമൺ ഫേസ്, അല്ലെ എന്താണ്? സ്ട്രേഞ്ച് ഫേസ്, അതാണ് കണ്ടത്. അടുത്ത ആറാമത്തെ ചോദ്യം എന്താണ്? വാട്ട് വാസ് റിമാർക്കബിൾ എബൌട്ട് ദ ഫേസ് ദാറ്റ് അപ്പിയർഡ് ഓൺ ദ വോൾ. ആ ഫേസിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത്? ആൻസർ ഇതെവിടെ? ദർ വാസ് എ ക്യൂരിയസ് കർവ് ഓൺ ദ നോസ് ആൻഡ് ഫോർഹെഡ് വാസ് റിമാർക്കബിൾ ഇൻ ഫാക്ട്. ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ വരെ, 1000 വരെ. അടുത്തത് ഐ നെഗ്ലക്ട് എവറിത്തിങ് എൽസ്. വൈ, ഞാൻ എല്ലാം മറന്നു. വൈ, എന്തിനാണ് അങ്ങനെ ഒരു എല്ലാം മറന്ന് എന്തായിരുന്നു ചെയ്തത്? ബിക്കോസ് ഹി വാസ് സെർച്ചിങ് ദാറ്റ് ഫേസ് ബട്ട് ഹി കുഡിൻ സീ സോ ഹി നെഗ്ലക്ട് എവറിത്തിങ് എൽസ്. അതാണ്, ഞാൻ ആ ഫേസ് തേടിപ്പോയി, ഒരിക്കലും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. സോ അദ്ദേഹം എന്താണ്? വളരെ എല്ലാം മറന്ന രീതിയിൽ ഒരു ഭ്രാന്തനെ പോലെ ആയി മാറി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അറ്റ് ലാസ്റ്റ് ഐ സോ ഹിം, ഹൂ ഈസ് ദ ഐ ഹിയർ. ഇവിടെ ഐ ആരാണ്? ഞാൻ അവസാനം ആ ഫേസിനെ കണ്ടു. ഇവിടെ ഐ ആരാണ്? ലിറ്റിൽ മാൻ അല്ലേ? ഓക്കെ, ലിറ്റിൽ മാൻ അല്ലേ നമുക്ക് സ്റ്റോറി പറഞ്ഞു തരുന്നത്. സോ ലിറ്റിൽ മാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു.